എല്ലാവർക്കും ഷങ്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാൻകട്ടായി. അതിന് വേണ്ടുന്ന ചേരുവകൾ ആദ്യം നോക്കാം. പഞ്ചസാര പൊടിച്ചത് ഒരു 3/4 കപ്പ് ഉണ്ട്. അതിൽ ഇത്തിരി ഏലക്കയും കൂടി ചേർത്താണ് ഞാൻ പൊടിച്ചേക്കുന്നത്. ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് കടലപ്പൊടി ഒരു 1/2 കപ്പ്. നമ്മൾ ഏത് കപ്പാണ് യൂസ് ചെയ്യുന്നത് ആ കപ്പിൻ്റെ തന്നെ അളവ് എല്ലാം എടുക്കുക. ടേബിൾ സ്പൂൺ ആണെങ്കിൽ അതുപോലെ തന്നെ എടുക്കുക. അപ്പം ഇത് മൈദ 1 കപ്പ്. ഇപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 12 എടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫാണ് നമ്മൾ കടലപ്പൊടി എടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ, ഒരു ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാഷ്യൂ നട്ട്സ് അത് അലങ്കരിക്കാനായിട്ടും. ഞാനൊരു കാജു നാൻകട്ടായി എന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് അകത്തും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് പൊടിച്ചതുപോലെയുള്ള അഥവാ ബ്രോക്കൺ കാഷ്യൂസ് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നെയ്യ് 1/2 കപ്പ് തന്നെ. ഇപ്പം കടലപ്പൊടി ഇപ്പം പഞ്ചസാര വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. 1/2 കപ്പ് തന്നെ ആയാലും മതിയാവും. അപ്പോൾ ഈ ഒരു ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഇതും നെയ്യ്, പഞ്ചസാര, കടലപ്പൊടി ഇതെല്ലാം 1/2 കപ്പും മൈദ 1 കപ്പ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കാം. അപ്പം ആദ്യം മൈദ, ഇതിലേക്കെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുകയാണ്. പഞ്ചസാര, കടലപ്പൊടി 1/2 കപ്പ്, റവ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണാണ്. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സീവ് ചെയ്തെടുക്കണമെങ്കിൽ സീവ് ചെയ്തെടുക്കാം. ഈ മൈദ ഇപ്പം വലിയ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കണം, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൈ കൊണ്ട് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ, ഹാർഡായിട്ട് എടുക്കരുത്. അത് ഈ കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. സോഫ്റ്റായിട്ട് തന്നെ ഡോ ഇരിക്കാൻ പാകത്തിന് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഡോ കുഴച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടി കുഴയ്ക്കുമ്പോൾ തന്നെ ചേർത്തു. ഇപ്പോൾ നട്ട്സ് ആർക്കെങ്കിലും ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഇപ്പോൾ കൂട്ടാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം നട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കണ പോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഒരിക്കലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഗസ്റ്റിന് വേണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഉണ്ടാക്കിയിട്ട് മുകളിൽ മാത്രം നട്ട്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അകത്ത് കൊടുക്കുന്നതാണ് ഇതിനൊരു സ്വാദ്, അത് കടിക്കാൻ കിട്ടണതാണ് അതിൻ്റെ ഒരു സ്വാദ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ അത് ഏറ്റവും അവസാനം ചേർത്താലും മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത് ഭയങ്കര ഹാർഡല്ല, നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കണമില്ല, അതേസമയം ചെറിയ ചെറിയ കുഴികൾ പോലെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്, പാട് വീഴുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. ഇതിങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിത് കുഴച്ചെടുക്കുമ്പോൾ അതിന് കറക്റ്റ് നാൻകട്ടായിട്ട് ഷേപ്പ് ആയിരിക്കില്ല. വെച്ചാൽ നട്ട്സ് അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ പൊങ്ങി വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അവസാനം കൊടുത്താലും മതിയാവും. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് റൗണ്ടാക്കി നോക്കാം. ഇതിപ്പം നട്ട്സ് ഇങ്ങനെ ഇടയിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെയായിട്ട് അമർത്തണ്ട, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ട് ഇത് ചെയ്തിട്ട് ഒന്നിങ്ങനെ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നല്ലോ. പക്ഷേ ഇതിപ്പം ഞാൻ നട്ട്സ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ സൈഡ് ഇങ്ങനെ ചേർന്ന് വരില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ തട്ടി കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണം. ആർക്കെങ്കിലും ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നട്ട്സിൻ്റെ ഇത് അവോയ്ഡ് ചെയ്യാം. അത് അവസാനം നമ്മൾ ഭംഗിക്ക് മാത്രം വെച്ചാൽ മതി. ഇപ്പം ഇത് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് നടുക്ക് നമുക്കൊരു ഭംഗിക്ക്
ഒരു ഹാഫ് കാഷ്യൂ ഫുള്ളായിട്ടുള്ളത് വയ്ക്കാം. അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഇത് ചെറിയ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾ ഓവനിലാണെങ്കിൽ ഓവനിലേക്ക് പ്ലേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പ്രഷർ കുക്കറിലാണെങ്കിലും സോൾട്ട് വെച്ചിട്ട് സാധാരണ ബേക്ക് ചെയ്യുന്ന മെത്തേഡ് വഴിയാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എയർ ഫ്രയറിലേക്ക് വയ്ക്കുകയാണ്. എല്ലാം പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടൊരു 10 മിനിറ്റ്സ് ആണ് വയ്ക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇതിൻ്റെ സൈസൊക്കെ അനുസരിച്ച് ഇതിൻ്റെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഒന്നും എടുക്കുന്നത്. ഇത്രയും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടൈമർ ഓഫായിട്ടുണ്ട്. കൃത്യം 10 മിനിറ്റ്സ് ആയി. നമുക്ക് നോക്കാം. ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ്സും കൂടി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ക്രിസ്പി ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. നമുക്കത് ഇനിയെല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാൻകട്ടായുടെ മുകളിൽ വെച്ചേക്കുന്ന ആ കാഷ്യൂ ഒക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേ ഷെയ്ഡായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നും തേച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത്. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ നാൻകട്ടായി നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് കുറച്ചും കൂടി കട്ടി കൂടിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടി വയ്ക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറം മാത്രമായിരിക്കും, അകത്ത് വെന്തിട്ടുണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ സൈസ് അനുസരിച്ച് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ളത് ചേഞ്ച് ചെയ്യാം. നമുക്കിത് ഇനിയെല്ലാം എടുത്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നാൻകട്ടായി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നത്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, കുട്ടികൾ വീട്ടിലുണ്ടാവും. ഒരു ചെറിയൊരു സ്നാക്കായിട്ട് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.